മലയാറ്റൂർ പള്ളി ഔദ്യോഗികമായി സെന്റ് തോമസ് സീറോ മലബാർ പള്ളി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ കുന്നിൻ മുകളിൽ സ്ഥിതിചെയ്യുന്ന പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ പള്ളി ക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസ് അപ്പസ്തോലന്റെ സ്മരണാർത്ഥമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മലയാറ്റൂർ പള്ളിയുടെ ചരിത്രം സെന്റ് തോമസ് അപ്പസ്തോലന്റെ കേരളത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 652 അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ എത്തി കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. മലയാറ്റൂരിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തിയതായും പ്രാർത്ഥനയ്ക്കായി കുന്നിൻ മുകളിൽ അഭയം പ്രാപിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. 652 സെന്റ് തോമസ് മലയാറ്റൂരിൽ ഒരു ചെറിയ ക്രൈസ്തവ സമൂഹം സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു. ഇത് അർദ്ധപള്ളി എന്നറിയപ്പെട്ടു. ഇവിടെ അദ്ദേഹം പ്രാർത്ഥിച്ച പാറയിൽ കാൽപ്പാടുകൾ കാണപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. പള്ളിയുടെ പ്രധാന ആകർഷണം കുരിശുമുടി എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. തീർത്ഥാടകർ കുന്നിൻ മുകളിൽ കയറി പ്രാർത്ഥന നടത്തുന്നു. പള്ളിയുടെ വാസ്തുശില്പം ഗ്രീക്കോ-റോമൻ ശൈലിയിലാണുള്ളത്. ഗ്രീക്ക് ശൈലിയിലുള്ള ബലിപീഠവും റോമൻ കത്തോലിക്ക ശൈലിയിലുള്ള മുൻവശവും ഉൾക്കൊള്ളുന്നു. പള്ളിയുടെ ആകർഷകമായ കൊത്തുപണികളും ചിത്രങ്ങളും യേശുവിന്റെ ജീവിതം പ്രതിഫലിപ്പിക്കുന്നു. വത്തിക്കാൻ ഈ പള്ളിയെ ആഗോള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. മലയാറ്റൂർ പള്ളിയിലേക്ക് എത്താൻ കൊച്ചിയിൽ നിന്ന് ഏകദേശം 47 കിലോമീറ്റർ ദൂരെ സ്ഥിതിചെയ്യുന്ന മലയാറ്റൂർ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യണം. പള്ളിയുടെ സന്ദർശന സമയം ദിവസവും രാവിലെ 6 മുതൽ വൈകുന്നേരം 7 വരെയാണ്. പള്ളിയുടെ പ്രധാന ഉത്സവം മലയാറ്റൂർ പെരുന്നാൾ ഈസ്റ്ററിനു ശേഷം വരുന്ന ആദ്യ ഞായറാഴ്ചയാണ്. ഈ ഉത്സവത്തിൽ തീർത്ഥാടകർ കുരിശുമുടി കുന്നിൽ കയറി പ്രാർത്ഥന നടത്തുന്നു. പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ അവസാനം നടക്കുന്ന വാർഷിക തീർത്ഥാടന സമയത്ത്. ഈ കുന്നിൻ മുകളിൽ കയറിയാൽ സെന്റ് തോമസിന്റെ കാൽപ്പാടുകൾ അടങ്ങിയ പാറയും ഒരു സ്വർണ്ണ കുരിശും കാണാൻ കഴിയും. വത്തിക്കാൻ 2004 മലയാറ്റൂർ പള്ളിയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മലയാറ്റൂരിലെ കുരിശിന്റെ വഴി തീർത്ഥാടകർക്ക് ആത്മീയമായ അതുല്യാനുഭവമാണ്. പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ കാലയളവിലെയും വിശുദ്ധവാരത്തിലെയും വെള്ളിയാഴ്ച തിരുനാളിലെയും തീർത്ഥാടനം അതിശയകരമായിരിക്കുന്നു. മൂല്യവത്തായ അനുഭവം. കുരിശിന്റെ വഴി ആരംഭം. തീർത്ഥാടനം മലയാറ്റൂർ അടിവാരത്തെ സെന്റ് തോമസ് പള്ളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കുരിശ് ഏറ്റെടുത്ത് തീർത്ഥാടകർ കാൽനടയായി കുരിശുമുടിയിലേക്ക് കയറി തുടങ്ങുന്നു. 14 കുരിശ് സ്ഥലങ്ങൾ. കുന്നിന്റെ മുകളിൽ എത്തുന്നതിനിടയിൽ യേശുവിന്റെ കുരിശിന്റെ വഴിയെ അനുസ്മരിപ്പിക്കുന്ന 14 സ്ഥലങ്ങൾ നിലകൊള്ളുന്നു. ഓരോ സ്റ്റേഷനിലും തീർത്ഥാടകർ നിന്ന് പ്രാർത്ഥനയും ധ്യാനവും നടത്തുന്നു. കയ്യിൽ ചെറുകുരിശ്. തീർത്ഥാടകർ പലരും ചെറുതായും വലിയതായും കുരിശുകൾ താങ്ങിക്കൊണ്ട് കയറി വരുന്ന ദൃശ്യങ്ങൾ ഒരു ആഴമുള്ള ആത്മീയതയുടെ സൂചനയാണ്. കുരിശുമുടി കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഇവിടെ വലിയ കുരിശും സെന്റ് തോമസ് ആശ്രയിച്ച പാറയും സ്ഥിതി ചെയ്യുന്നു. വിശ്വാസപ്രകാരം സെന്റ് തോമസിന്റെ കാൽപ്പാടുകൾ ഈ പാറയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയും പ്രാർത്ഥനയും. കുന്നിൻ കയറ്റത്തിന് ഇടയിൽ പച്ചപ്പും മൂടൽമഞ്ഞും വനശബ്ദങ്ങളും ആഴമുള്ള ആത്മീയാത്മബന്ധം തീർത്തു നൽകുന്നു. മലയാറ്റൂർ ഒരു ആത്മീക തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയുടെ അതുല്യമായ സാന്നിധ്യവും അനുഭവപ്പെടുന്ന ഒരിടവേളയുമാണ്. പച്ചപ്പിൽ മുഴുകിയ പശ്ചിമഘട്ടത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കുന്നിന്റെ കീഴ്മുകളിലായി ചിതറിനിൽക്കുന്ന കൊഴിഞ്ഞെരിഞ്ഞ കാടുകൾ നാടൻ വൃക്ഷസസ്യങ്ങളാലും വന്യജീവികളാലും സമൃദ്ധമാണ്. തീർത്ഥാടകർ കുന്നിലേക്ക് കാൽനടയായി കയറി പോകുമ്പോൾ പരിസരത്തെ പക്ഷികളുടെയും ഇലകളുടെ ശബ്ദവും സാന്ത്വനത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. വഴികളിലായി വനം പുതിയ സസ്യങ്ങളുടെയും കാറ്റിന്റെ സാന്ദ്രതയുടെയും ഗന്ധം നിറഞ്ഞിരിക്കുന്നു. കുന്നിൻ മുകളിലെത്തുമ്പോൾ താഴേക്ക് വിസ്തൃതമാകുന്ന പച്ചപ്പും മിനുക്കിയ പെരിയാർ നദിയുടെ കാഴ്ചയും ഒരൊറ്റ നിമിഷത്തിൽ മനസ്സു കീഴടക്കും. ഈ ആത്യന്തിക പ്രകൃതി ദൃശ്യങ്ങളും ശുദ്ധമായ വായുവും സമാധാനപരമായ അന്തരീക്ഷവും മലയാറ്റൂരിനെ ഒരു വിശുദ്ധ സാന്ദ്രതയുള്ള പ്രകൃതി സൗന്ദര്യ കേന്ദ്രമാക്കി മാറ്റുന്നു. മലയാറ്റൂർ പള്ളി ആധ്യാത്മികതയും പ്രകൃതി സൗന്ദര്യവും ഒന്നിച്ച് അനുഭവിക്കാവുന്ന അപൂർവമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വിശ്വാസവും വിശ്രാമവും തേടി നിരവധി പേർ ഇവിടെ എത്തുന്നതിന്റെ പിന്നിൽ സെന്റ് തോമസിന്റെ പാദസാന്നിധ്യത്തിലൂടെ വിശുദ്ധിയാർന്ന ചരിത്രവും മനസ്സിനെ ശാന്തമാക്കുന്ന പ്രകൃതിദൃശ്യങ്ങളുമാണ്. കുന്നിൻ കയറ്റവും കാടിന്റെ സാന്നിധ്യവും പെരിയാർ നദിയുടെ ശീതളയും ചേർന്ന് ഈ സ്ഥലം ഓരോ തീർത്ഥാടകനുമുള്ള ആത്മീയ യാത്രയായി മാറ്റുന്നു. ആത്മാവിന്റെ നിമ്മതിയും പ്രകൃതിയുടെ കരുതലുമുള്ള മലയാറ്റൂർ ഒരിക്കൽ അനുഭവിച്ചാൽ മറക്കാനാകാത്ത അനുഭവമാണ്.